ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ദിസ് ഇസ് ലാസ്റ്റ് സൺഡേ. സൺഡേയുടേതായിട്ടുള്ള യാതൊരു വൈബും ഈ വീഡിയോയിലില്ല കേട്ടോ. കാരണം ബീഫ് മേടിച്ചിട്ടില്ല, മീൻ കുറച്ച് തീർക്കാനുണ്ട്. പിന്നെ അന്ന് ഞാനൊരു കല്യാണത്തിൻ്റെ വ്ലോഗ് ഇട്ടിരുന്നില്ലേ, അത് ആക്ച്വലി ഇത് കഴിഞ്ഞിട്ടുള്ള മൺഡേ ആയിരുന്നു. അപ്പോൾ എന്തായാലും നാളെ കല്യാണത്തിന് മീനും ഇറച്ചിയൊക്കെ ആവശ്യത്തിന് കഴിക്കണം. ഈ സൺഡേ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് കരുതി. കുക്കുവിന് സാറ്റർഡേ സൺഡേ കോച്ചിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് കിടന്നുറങ്ങി. എണീറ്റ് വന്നപ്പോഴേക്കും അമ്മ കോഫിയൊക്കെ ഇട്ട് വെച്ചിരുന്നു. പക്ഷേ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. രാവിലെ നിലൂന് കാച്ചിയ അമൃതത്തിൻ്റെതും പിന്നെ അത് ഒഴിച്ചു വെച്ചിരുന്ന ഗ്ലാസും ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്കിതെല്ലാം അങ്ങ് നീറ്റാക്കി കഴിഞ്ഞാലേ എന്തെങ്കിലും തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നേരെ കാപ്പിയും കുടിച്ച് വന്നിട്ട് കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി. അപ്പം ചുടാനായിട്ടുള്ള മാവ് അമ്മ ഇന്നലെ ആട്ടിയൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമായതുകൊണ്ട് നല്ല ചൂടോടെ അപ്പം ചുട്ട് പഞ്ചസാരയായിട്ടങ്ങ് കഴിക്കും. നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. എനിക്കും പിള്ളേർക്കും അമ്മയ്ക്കും അങ്ങനെ തന്നെ. പിന്നെ അവന്മാരുടെ ഒരു ഇഷ്ടപ്പെട്ട കോംബോ ആണ് അപ്പവും പാലും പഞ്ചസാരയും. അത് ചെറുതിലേ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഐറ്റത്തിൻ്റെ കൂടെ ഉള്ളതാണല്ലോ, ദോശയും പാലും പഞ്ചസാരയും അപ്പവും പാലും പഞ്ചസാരയൊക്കെ. അപ്പോൾ അവന്മാർക്ക് പാലും പഞ്ചസാരയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് കരുതി. മാവിൽ രാവിലെ എന്തോ ഡിസൂസ പണിയൊക്കെ അമ്മ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ചുടാൻ പറ്റത്തില്ല, കുറച്ച് നേരം അത് ഇരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കിച്ചണിലേക്ക് കയറി ഇനി ഉച്ചയ്ക്കത്തെ പരിപാടികൾ അങ്ങ് തുടങ്ങിക്കളയാന്ന്. മീൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് അരപ്പ് പുരട്ടിയിരിക്കുക വറുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എരിശ്ശേരി അങ്ങ് വെക്കാമെന്ന്. ഇച്ചിരി വിപുലമായൊരു എരിശ്ശേരിയാണ് കേട്ടോ. കുറച്ച് പടവളം ഇരിപ്പുണ്ട്, ഇത്തിരി ക്യാരറ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. പടവളം തോരനൊക്കെ ആയിട്ട് വെച്ചാൽ ഇവിടെ ആരും അങ്ങനെ അധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വെജിറ്റബിൾ അല്ല പടവളം. അപ്പോൾ എരിശ്ശേരിക്കകത്താകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ അലിഞ്ഞങ്ങ് കിടക്കുമ്പോൾ അതാരും ശ്രദ്ധിക്കത്തില്ല. ഞായറാഴ്ച ഇവിടെ ആരും പള്ളിയിൽ പോകാറില്ല കേട്ടോ. ഞായറാഴ്ചയെന്നല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഈ പള്ളിയിലൊക്കെ പോകുന്നത് എനിക്ക് ആ വൈബ് ഇഷ്ടമുണ്ടായിട്ടാണ്. ഈ ഒരു പെരുന്നാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതൊക്കെ എൻ്റെ കുട്ടികൾ എൻജോയ് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ കോർ മെമ്മറീസിലേക്കായിരിക്കും പോകുന്നത്. നമ്മളൊരു പെരുന്നാളിനോ ഉത്സവത്തിനോ ഒക്കെ പോയി എന്തെങ്കിലും മേടിക്കുന്നതോ കഴിക്കുന്നതോ കളിപ്പാട്ടങ്ങൾ മേടിക്കുന്നതോ അങ്ങനെയൊക്കെ. ഈ ഒരുപാട് പ്രായമാകുമ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് മെമ്മറീസ് അങ്ങനെയായിരിക്കും. ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ചേർച്ചിൽ പോകുന്നത്. വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പകുതി വഴിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷം ഇപ്പോൾ ഈ 2-3 മാസവും ദൈവമില്ല എന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ എടുക്കുന്ന ഒരു നിലപാടെന്ന് വെച്ചാൽ ഓക്കെ, ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ഉണ്ടായിട്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ വരുത്തിയേക്കുന്നത്. അപ്പോൾ തൽക്കാലം ഒരു ചെണ്ടയിലിരിക്കുകയാണ്. ഒരു സത്യം പറയാമല്ലോ, എൻ്റെ അമ്മ രാത്രി 3 മണിക്കൊക്കെ എണീറ്റിരുന്ന് കരുണയുടെ കൊന്തയൊക്കെ പഠിക്കും. പക്ഷെ അതിന് കണ്ണീരൊഴിഞ്ഞിട്ട് നേരെയില്ല. അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? അത് പോട്ടെ, പിള്ളേരുടെ കാര്യം അത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളിങ്ങനെ നിലൂന് ബാപ്റ്റിസം ഒന്നും ചെയ്തിട്ടില്ല, നിലൂന് ക്രിസ്ത്യാനിയായിട്ടല്ല വളർത്തുന്നത്. നിലൂന് ഇഷ്ടമുള്ളപ്പോൾ നിലൂൻ്റെ റിലീജിയൻ ചൂസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നിലൂനെ വളർത്തുന്നത്. കുക്കുവിൻ്റെ ടൈമിൽ ഞങ്ങൾ അത്ര ഒരു സ്റ്റേണായിട്ടൊരു തീരുമാനം എടുക്കുന്ന പക്വത ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ലായിരുന്നു. എനിക്ക് 23 വയസ്സുള്ളപ്പോഴാണ് അവൻ കുക്കു ജനിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പക്ഷേ നമുക്കത് പറ്റും. അതുകൊണ്ട് തന്നെ കുക്കുവിൻ്റെ ഹോളി കമ്മ്യൂണിയനും ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ലെറ്റ് ദം ചൂസ്. പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് ഞാൻ അവരെ മാറ്റി നിർത്തിയിട്ടില്ല. ദൈവമുണ്ടെന്നൊരാൾ വിശ്വസിക്കുന്നതും ദൈവമില്ല എന്നൊരാൾ വിശ്വസിക്കുന്നതിനും അവർക്ക് അവരുടേതായ കാരണങ്ങൾ കാണും, ഇപ്പോൾ എന്നെ പോലെ. പക്ഷേ ഈ പറയുന്ന പോലെ ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ നമ്മൾ പോയി നേർച്ചയിടണം എന്നൊക്കെയുള്ള പരിപാടികളോട് എനിക്ക് അധികം യോജിപ്പില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരാളായിരിക്കും. അതിന് പ്രത്യേകിച്ച് ഈ പറയുന്ന നേർച്ചയും കാഴ്ചയുടെയും ഒന്നും ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് പിള്ളേരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല, അതുള്ളതാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും ഇടി വെട്ടുമ്പോഴത്തേക്ക് ഞാൻ ഒരു പ്രാർത്ഥന കുക്കുവിനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതേ കണക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ബാഡ് ഡ്രീംസ് ഒന്നും വരാതിരിക്കാനായിട്ടുള്ളൊരു പ്രാർത്ഥന അവനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ അവൻ പറയുമ്പോൾ ഇറ്റ് ഗിവ്സ് ഹിം കംഫർട്ട്, ലൈക്ക് എനിക്കൊന്നും വരത്തില്ല, ഈശോപ്പ നോക്കിക്കൊള്ളും എന്ന് ചിന്തിച്ചിട്ട് അവന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ അവനങ്ങനെ ഉറങ്ങട്ടെ. ആക്ച്വലി ഈ ദൈവം ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ദ പേർപ്പസ് അല്ലേ. നമ്മളെ കാത്തോളും നമ്മളെ നോക്കിക്കോളും എന്നൊക്കെ ഉള്ളൊരു ചിന്ത, അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് അവർക്കുള്ളത് നല്ലതാണ്. പക്ഷേ എന്ന് കരുതി വെറുതെ അവരെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരെ ഞാനിപ്പോൾ സൺഡേ ക്ലാസ്സിന് വിടുവാണെങ്കിൽ അവിടെ അവർ പഠിക്കാൻ പോകുന്നത് ദൈവം മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കിയെന്നായിരിക്കും. 5th or 6th സ്റ്റാൻഡേർഡിലോട്ട് ആകുമ്പോഴത്തേക്ക് ഇവർ ഇവല്യൂഷനെ പറ്റിയൊക്കെ വേറെ തിയറീസൊക്കെ പഠിക്കും. അവരുടെ മൈൻഡിനെ നമ്മൾ അത്രയും കൺഫ്യൂസ് ചെയ്യിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് എന്ത് ശരി എന്ന് തോന്നുന്നത് അവർ
പിന്നീട് എടുക്കട്ടെ. റൈറ്റ് നൗ ഞാൻ എൻ്റെ മക്കൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ദൈവം യേശുപ്പ നമ്മുടെ ഗാർഡിയൻ ഏഞ്ചലുണ്ട്, നമ്മളെ നോക്കിക്കോളും. നമ്മളെ വീഴുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം വരുമ്പോഴും ഒക്കെ യേശുപ്പ അടുത്ത് പറഞ്ഞാൽ മതി, യേശുപ്പ നോക്കിക്കോളും, ഗാർഡിയൻ ഏഞ്ചൽ നോക്കിക്കോളും, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഈ പറയുന്ന കുരിശടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് മാതാവിൻ്റെ അടുത്തായാലും സെയിൻറ്റ് ജോസഫിൻ്റെ അടുത്തായാലും പോകുമ്പോഴൊക്കെ തൊട്ടുമുത്താനൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ എനിക്ക് മതം പഠിപ്പിക്കാൻ താല്പര്യമില്ല. ദാറ്റ് ഈസ് ദ പോയിൻറ്റ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ദാറ്റ് ഈസ് വേ ടു കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരുവിധം എൻ്റെ ഒരു നിലപാട് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞില്ലേ, ക്യാരറ്റും പിന്നെ കുറച്ച് മത്തങ്ങയും പടവെള്ളവും ഉണ്ട്. മത്തങ്ങയും പയറും കൂടെയാണ് നമ്മൾ യൂഷ്വലി എരിശ്ശേരി വെക്കുന്നത്. പക്ഷേ ഇത്തിരി ക്യാരറ്റൊക്കെ ഇട്ട് വെക്കുമ്പോഴുണ്ടല്ലോ ഇത്തിരി കൂടെ രുചി കൂടും കേട്ടോ. ആ ചാറിനൊരു മധുരിപ്പൊക്കെ വന്നിട്ട് ഒരു നല്ല ടേസ്റ്റാണ്. പിന്നെ പടവെള്ളം തീർക്കുകയും വേണം. പടവെള്ളം ആരും അറിയാതെ വേണം ഓരോ കറികളിലേക്ക് എനിക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിലേ പടവെള്ളം തീരത്തുള്ളൂ. പിന്നെ ഒരു അര സവാളയും കൂടെ എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇടാനുള്ളത് തന്നെയാണ്. പരിപ്പ് ഞാൻ കുക്കറിൽ വെച്ച് ഒരു 2 വിസിൽ, ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും അടുപ്പിച്ചെടുക്കും. അപ്പോൾ നല്ലപോലെ പരിപ്പല്ല പയർ, അപ്പോൾ അത് നല്ലപോലെ സ്മാഷ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ വേവും. ഇപ്പോൾ പയറും ഉപ്പും മാത്രമേ ഈ കുക്കറിൻ്റെ അകത്ത് വെന്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് ചേർക്കും. 2-3 പാൽമുളക് ഞാൻ ചേർക്കുന്നുണ്ട്, അരിഞ്ഞിടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഈ കുക്കറിൽ കിടന്നിട്ട് നമുക്ക് ഒരു ഒറ്റ വിസിൽ മതി. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതി. എല്ലാ പച്ചക്കറിയും ഒരുപോലെ വെന്തോളും. അപ്പോൾ അപ്പം ഞാൻ ചുട്ട് തുടങ്ങിയതിൻ്റെ ഇടയിൽ രാവിലെ അമ്മമാർ എണീറ്റപ്പോൾ തന്നെ ഈ പാലല്ല, അമ്മ അമൃതം കാച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ അമ്മ പാലങ്ങനെ തീരെ കാച്ചാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ബൂസ്റ്റിൻ്റെ പൊടി മേടിക്കാത്തത് കേട്ടോ. അമൃതം തന്നെ ഇത്തിരി ഒന്ന് കാച്ചിയിട്ട് പാലതിൽ ചേർക്കും. അപ്പോൾ ഒരു സൂപ്പിൻ്റെ കുറച്ച്, അതായത് പാലിനേക്കാൾ ഇത്തിരി കൂടെ കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇവർക്ക് കുറച്ച് നേരം വിശക്കത്തില്ല. നമുക്ക് തന്നെ അത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് തന്നെ ഈ ഗോതമ്പും കപ്പലണ്ടിയും അങ്ങനെ കുറേ നട്ട്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ രാവിലെ എണീറ്റ് 2 പേരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോഴത്തേക്ക് അടുക്കളയിലോട്ട് കപ്പിലിരിക്കുന്ന പാല് തിരക്കിയാണ് മുമ്പ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് അമൃതം തിരക്കിയാണ് വരുന്നത്. അത് 2 പേരും കഴിച്ചിരിക്കുന്നതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആക്കുന്നത്. അമ്മ രാവിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോൺ കോളിൽ ബിസിയാണ്. തേങ്ങ തിരികെ തരാനായിട്ട് അതിൻ്റെ ഇടയിൽ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ചിരട്ടയിലിരുന്ന് തേങ്ങയൊക്കെ കുത്തി പൊളിച്ചെടുത്തു ജാറിലിട്ട് അരയ്ക്കാനായിട്ട്. എന്നാലും എനിക്ക് തിരുകാൻ മടിയാണ്. അപ്പോൾ തിരുകാൻ മടിയുള്ളപ്പോൾ എങ്ങനെ തേങ്ങ അരയ്ക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് എരിശ്ശേരിക്കായിട്ടുള്ള അരപ്പാണ് കേട്ടോ. അതിന് ഞാനിപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും ഒക്കെ ചേർത്ത് വേണം അത് അരച്ചെടുക്കാനായിട്ട്. തോരൻ്റെ അരപ്പാണെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ വെളുത്തുള്ളിയൊന്നും ഞാൻ ചേർക്കാറില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി ജീരകപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഒരു 2 ചുവന്നുള്ളി ചെറുതുണ്ടെങ്കിൽ ഇടും, അല്ലെങ്കിൽ ഒരു ഇത്തിരി സവാള, പിന്നെ എരിവിനായിട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവം വരെ അരയണ്ട. തോരന് അവിയലിൻ്റെ അരപ്പ് ഇല്ല, അതിനേക്കാളും അരയണം. പക്ഷേ ഒത്തിരി പേസ്റ്റായിട്ട് അരഞ്ഞു പോകണ്ട. അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പച്ചക്കറികൾ വേവും. അത് വേവുമ്പോൾ ഇതിട്ടൊന്ന് തിളപ്പിച്ചിട്ട് താളിച്ചെടുത്താൽ എൻ്റെ എരിശ്ശേരിയായി. അപ്പോൾ ഞായറാഴ്ചത്തെ ഉച്ചയ്ക്കത്തെ മെനു എരിശ്ശേരിയും പപ്പടവും മീൻ പൊരിച്ചതുമാണ്. പിന്നെ അമ്മ ഇട്ട് വെച്ചിരിക്കുന്ന മാങ്ങ അച്ചാർ കുറച്ച് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിപ്പുണ്ട്, അതും എടുക്കാം. തേങ്ങ ഒന്ന് ഒതുക്കിയപ്പോഴാണ് ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നുപോയെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അതുകൊണ്ട് പിന്നെ നിലു വെള്ളം കുടിക്കുന്ന ചെറിയ കപ്പിൽ ഒരു ഇത്തിരി വെള്ളം എടുത്ത് ആഡ് ചെയ്ത് വീണ്ടും അരച്ചു. ഒരാൾ രാവിലെ തന്നെ അമൃതം കുടിച്ചിട്ട് ആ ഒരു എനർജിയിൽ വെളിയിൽ ഫുട്ബോൾ കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മതിൽ ഒരു വശത്ത്, ആ ടെട്രാപ്പോഡ് ഇരിക്കുന്ന വശത്തെ മതിൽ വീഴാറായി. അങ്ങോട്ടാണ് അടിക്കുന്നതും. ഇപ്പുറത്തെ വശത്ത് ചെടിച്ചട്ടി ഇരിക്കുന്നതുകൊണ്ട് ഈ സൈഡിലോട്ട് അടിക്കത്തില്ല. ഗോൾ പോസ്റ്റൊക്കെ ആ സൈഡിലാണ്. മിക്കവാറും ആ മതിൽ 2-3 ദിവസത്തിനുള്ളിൽ വീഴും. അതോടെ ഇവൻ്റെ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. എൻ്റെ ഈ കുക്കറിൻ്റെ ഉണ്ടല്ലോ റബ്ബറില്ലേ, വാഷർ, അതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ അടച്ചു കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ വെള്ളം തെറിച്ച് ഇവിടേക്ക് ഇങ്ങനെ വീഴും. പിന്നെ അത് ടൈറ്റ് ആവത്തുള്ളൂ. അതൊന്നും കൂടെ തുറന്ന് വീണ്ടും അടച്ചാലേ ടൈറ്റ് ആവത്തുള്ളൂ. വാഷർ മാറണം. പിന്നെ എൻ്റെ മനസ്സിൽ ഫണ്ട് കുറച്ച് എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ, യൂട്യൂബിൽ നിന്നോ FB നിന്നോ നമുക്ക് അടുത്ത ഇൻകം വല്ലതും വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്കൊരു കറുപ്പ് കുക്കർ വാങ്ങിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കറുപ്പ് എൻ്റെ ഫേവററ്റ് കളറാണ് കേട്ടോ. എന്നിട്ട് എന്താ കിച്ചണിൽ ഇത്രയും കളേഴ്സ് എന്ന് ചോദിക്കരുത്. ഇവിടുത്തെ ഒരു വൈബിന് ഞാനത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.
കിച്ചൺ ഒരുപാട് ഡള്ളായിട്ടിരുന്നാലേ നമുക്ക് ബോറടിക്കും ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്ക്. ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണല്ലോ, അപ്പോൾ അത് എൻ്റെ ഒരു റൂം പോലെയൊക്കെ തന്നെ പേഴ്സണലൈസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെയുള്ള എല്ലാ പരിപാടിയും, ഈ ഒരു കിച്ചൻ്റെ കംപ്ലീറ്റ് മേക്ക് ഓവർ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്യുന്നതാണ്. ഓരോ സാധനങ്ങളിങ്ങനെ കണ്ടുപിടിച്ച്, പക്ഷേ ഞാൻ അങ്ങനെ വളരെ സെലക്റ്റീവായിട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡായാലും കപ്പ് സ്റ്റാൻഡായാലും അങ്ങനെ ഒരു സാധനം പോലും ഞാൻ കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടില്ല. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഒരുവിധം 2-3 അപ്പമൊക്കെ ആയി. എനിക്കും 2 കഴിക്കാനുള്ളതായി, അമ്മയ്ക്കും കഴിക്കാനുള്ളതായി. അപ്പോൾ പിള്ളേർക്കുള്ള അപ്പവും പഞ്ചസാരയും പാലും ഒക്കെ എടുത്ത് ഞാൻ വെളിയിൽ വന്നു. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ടീംസൊക്കെ ഇല്ല, അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ക്യാമറയുടെ ആംഗിൾ മാറ്റുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഒരുത്തനെ ഈ ലോണിനകത്ത് ഇരുത്തിയിട്ട് ഇത് വെച്ച് അടയ്ക്കും. എന്നിട്ട് അതിൻ്റെ മേളിൽ ഒരാൾ കയറിയിരിക്കും. എന്നിട്ട് താഴെ ഇരിക്കുന്നവരുടെ അടുത്ത് പറയും, നിനക്ക് ബ്രീതിങ് ശ്വാസം മുട്ടുമ്പോൾ നീ കൊട്ടിയാൽ മതിയെന്ന്. അങ്ങനെ രാവിലെ എല്ലാത്തിനും ഞാൻ നല്ല വഴക്കൊക്കെ കൊടുത്ത് ഈ പരിപാടി ഞാൻ നിർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നാണത് ശ്രദ്ധിച്ചത്. അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നിവർത്തിയിട്ടിട്ടുള്ള ഇരിപ്പായി. പിന്നെ ഇങ്ങനെ ഉരുട്ടിക്കളിയൊക്കെ ആയി. ആദ്യം കൊണ്ടുവന്നൊരു 2 അപ്പം രണ്ടുപേരും കൂടെ നല്ല രീതിക്ക് കഴിച്ചു. അപ്പം ഞാൻ പിന്നെ എടുക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ ഇത് ക്യാം ഓഫ് ആക്കിയില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിന് ചുറ്റും ടെട്രാപോഡ് ഇറക്കി ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇവരുണ്ടല്ലോ മറ്റേ ആലിസ് ഇൻ വണ്ടർലാൻഡ് മൂവിയൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഗ്രാസ് ലാൻഡിൽ കൂടി ഇങ്ങനെ വഴി കണ്ടുപിടിച്ച് പോകുന്ന ഒരു സംഭവം, നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ മോട്ടുമയിലൊക്കെ വഴി കണ്ടുപിടിച്ച് പോകാമെന്നൊക്കെ പറയുന്ന പരിപാടി തന്നെ. ഇവിടുന്ന് മതിൽ ചാടിയിട്ട് ഇപ്പോൾ അവിടെ വീട്ടിലേക്ക് നേരെ കാണുന്നത്, കുരിശയുടെ പുറകിൽ കാണുന്നതാണ് എൻ്റെ ലില്ലിയംച്ചിയുടെ വീട്, അതായത് എൻ്റെ വീട്, ഗ്രാൻഡ് മദർ ഉള്ള വീട്. മൊത്തം തെറ്റുന്നു. അപ്പോൾ ഈ വഴി കണ്ടുപിടിച്ച് പോകുന്നതാണ് ടെട്രാപോഡിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ നിലുവിനെ മിസ്സാവുകയും ചെയ്യും. നിലുവിനെ കണ്ടുപിടിക്കാനായിട്ട് ഇവന്മാർ പിന്നെ പാടുപെടും. അവനും ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ അവന്മാർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ അപ്പവും ഷുഗറുമായിട്ട് എടുത്തു. ഞാൻ പാലൊഴിച്ച് കഴിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ ഏത്തക്കയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഏത്തക്ക പാപ്പ ഉണ്ടാക്കണം. അതിനുള്ളൊരു ഇതെനിക്ക് തോന്നുന്നില്ല. വിശപ്പുണ്ട് നല്ല പോലെ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് മെനക്കെടാനൊന്നും നിന്നില്ല. ഞാൻ അങ്ങ് അപ്പം 2-3 അപ്പം കഴിച്ചു എന്ന് തോന്നുന്നു, പഞ്ചസാര ഇട്ടങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതുവരെയുള്ള പാത്രങ്ങളും അപ്പച്ചട്ടിയും എല്ലാം കൂടെ ഞാനങ്ങ് കഴുകി മാറ്റി. എന്നിട്ട് നമ്മൾ ഇതിന് എരിശ്ശേരിക്ക് അരിയാനെടുത്ത നമ്മുടെ മുറം 30 രൂപയ്ക്ക് മേടിച്ച ഈ ബ്രൗൺ കളർ മുറം, ഇതിൻ്റെ കളർ പോലും ഞാൻ അങ്ങനെ നോക്കിയാട്ടോ എടുക്കുന്നത്. ഇവിടെ മാത്രം ഈ വൈറ്റ് ഏരിയയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കളേഴ്സ് വരണം എന്ന് എനിക്കുള്ളത് കൊണ്ടാണ് ബ്ലാക്ക് മാറ്റി ഞാൻ പിടിച്ചത്. അല്ലെങ്കിൽ ഈ കപ്പും സ്പൂണും പ്ലേറ്റും ഗ്ലാസ്സും എല്ലാം മൊത്തത്തിൽ ഞാൻ ബ്ലാക്ക് ആക്കിയേനെ, എൻ്റെ ഒരു രീതി അനുസരിച്ച്. ഇവിടെ ഞാൻ എന്തെങ്കിലും ബ്രൈറ്റ് കളേഴ്സിൽ എന്തെങ്കിലും മേടിക്കുമ്പോൾ, ഞാൻ ബ്രൈറ്റ് കളറിലൊരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കും, നീ യെല്ലോ മേടിച്ചോ അല്ലെങ്കിൽ നീ പിങ്ക് മേടിച്ചോ എന്ന്. അത് അങ്ങനെയാണ്, ഞാൻ ബ്ലാക്കേ എൻ്റെ കയ്യിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേ പച്ചക്കറികളും എല്ലാം വെന്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി. ഇനി താളിച്ചൊഴിക്കുന്നത് നമുക്കിതിൻ്റെ പുറത്തോട്ട് താളിച്ചൊഴിച്ചാൽ മതി. എന്നിട്ട് താളിക്കാനായിട്ടുള്ള പാത്രം വെച്ചു. അപ്പോൾ മീൻ മെൽറ്റായി. അത് പറയാനാണ് ഞാൻ മുറത്തിൻ്റെ കാര്യം പറഞ്ഞത് തന്നെ. ഒരുപാട് പാത്രങ്ങൾ യൂസ് ചെയ്യാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും കുക്ക് ചെയ്യാൻ ഞാൻ കയറി കഴിഞ്ഞാൽ കിച്ചൺ ഒത്തിരി മെസ്സി ആവും. ചേച്ചി ചെയ്യുന്നത് വളരെ നീറ്റാണെന്നൊക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി എ കോംപ്ലിമെൻറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ സേയിങ് ദാറ്റ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇതാണ് കാര്യം. എടുക്കുന്ന പാത്രം നമ്മൾ തന്നെ കഴുകണം എന്നുള്ള ബോധവും പിന്നെ റീയൂസ്, റിഡ്യൂസ്, റീസൈക്കിൾ. അപ്പോൾ ആ മുറം പച്ചക്കറി അരിഞ്ഞിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് ഇത് മീൻ മെൽറ്റാവാനായിട്ട് ഞാൻ ഡബ്ബ അതിൻ്റെ അകത്തോട്ട് തന്നെ വെച്ചു. മാക്സിമം കുറച്ച് സാധനങ്ങൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേളിലിരിക്കുന്നതാണ് കിച്ചൻ്റെയും ഒരു ഭംഗി. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യാനും എളുപ്പം അതാണ്. അപ്പോൾ വറുക്കാനുണ്ടായിരുന്ന മീൻ ഞാൻ പറഞ്ഞ പോലെ മെൽറ്റായി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയുടെ ഒരു ബെഡൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് 2 പീസ് അങ്ങിട്ടു. വാലലനും കൊടുക്കും. തലയുടെ ഭാഗത്തു നിന്ന് തലമണ്ട ഞാൻ ഒടിച്ചെടുക്കും. പിന്നെ ആ നടുക്കുള്ളത് കുക്കുവിനും വെച്ച് കൊടുക്കും. അമ്മയ്ക്ക് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടെ കുറച്ച് ഉണക്ക വറുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണക്ക അമ്മയും ഞാനും കൂടെ ഷെയർ ചെയ്തെടുക്കും. എരിശ്ശേരി ഞാൻ താളിച്ചത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്തിട്ട് വെളുത്തുള്ളി ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തോലുരിക്കാനൊന്നും നിന്നില്ല. ഫസ്റ്റ് ഒരു ലെയർ ഉരിച്ച് കളഞ്ഞിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ടു. അങ്ങനെ ഇടുമ്പോൾ ഈ മിച്ചറിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വെളുത്തുള്ളി ഇല്ലേ, ആ ഒരു ടേസ്റ്റിൽ കിട്ടും, ഒരു ക്രഞ്ചിനെസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം നമ്മൾ വെച്ചിരുന്ന ഡിഷും കുക്കറും അതെല്ലാം കൂടെ കഴുകി മാറ്റി. അമ്മ അവിടെ പപ്പടം വറുക്കാനായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അരി അടുപ്പത്തിട്ടിട്ടില്ല. എനിക്കറിയാം നിങ്ങൾ ചിന്തിച്ച് കാണും കറിയൊക്കെ റെഡിയായി, ചോറ് വെച്ചില്ലല്ലോ എന്ന്. ചോറ് അമ്മ പതുക്കെ ഇടും. എനിക്കാണെങ്കിൽ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് പോയി എഡിറ്റിംഗ് തീർത്തിട്ട് വന്ന് ലഞ്ചൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ട് ഈ കാക്കകളൊക്കെ ഉറങ്ങിയിട്ട് എനിക്ക് വോയിസ് ഇടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ സൗണ്ടായിരിക്കും എൻ്റെ സൗണ്ടിനേക്കാളും മുമ്പിൽ. ഒന്നാമത് നമുക്ക് മൈക്കില്ല,
മൈക്കിലെന്ന് വെച്ചാൽ മൈക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലടാ, ഞാൻ എന്തോ ചെയ്യാനാണ്. ചിലപ്പം ഫ്യൂച്ചറിൽ എൻ്റെ സൗണ്ട് ഇതേ കണക്ക് തന്നെ കിട്ടുന്ന ഒരു മൈക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഐ വിൽ ട്രൈ. എന്നാലും നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇത് കുറേ നാളായിട്ട് പറയുന്നു എന്നിട്ട് മൈക്ക് മേടിക്കുന്നില്ല എന്ന്. ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇതേ ഉണക്ക മത്തിയാണ് ഇരുന്നത് കേട്ടോ, ചാള. അത് ഞാൻ 2 പീസായിട്ട് മുറിച്ച് കഴുകി എണ്ണ അങ്ങോട്ട് ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ റീയൂസ്. നമ്മൾ താളിക്കാനെടുത്ത അതേ കടായിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്കാണ് ഞാൻ മീനൊക്കെ എടുത്തിട്ടത്. അത് നല്ലപോലെ മുരിഞ്ഞു വന്നപ്പോൾ അതിന് മീതേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇതേപോലെ തൂവിയിട്ട് ഇങ്ങനെയൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഉണക്കമീൻ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു എരിവും ആ ഒരു പെപ്പറിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അത്. അങ്ങനെ ചെയ്തു നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചു. അമ്മ ഇനി ചോറ് വെച്ചോളും. ചോറ് ഗ്യാസിലേക്ക് കുക്കറിലാക്കി വെച്ചോളും. അമ്മ ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് റേഷനരിയും വെള്ളരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മിക്സിങ്ങും ബ്ലെൻഡിങ്ങും ഒന്നും എനിക്കറിയത്തില്ല, അത് അമ്മയ്ക്കേ അറിയത്തുള്ളൂ. അപ്പോൾ ആ കണക്കനുസരിച്ച് അമ്മ അരി അടുപ്പത്തിലിട്ടെ എന്ന് കരുതി ഗ്യാസിൻ്റെ പുറമൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയി എഡിറ്റ് ചെയ്തു. എൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ലഞ്ചൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്, ലഞ്ച് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ബൊഫേ സിസ്റ്റമാണ് ഇവിടെ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുറകെ കഴിക്കേണ്ടവർക്ക് വന്ന് വിളമ്പി എടുക്കാൻ എളുപ്പമാണല്ലോ. അമ്മ നിലുവിന് ചോറൊക്കെ കൊടുത്തിട്ട് പതുക്കെയൊക്കെ കഴിക്കത്തുള്ളൂ, അതൊരു നേരമാവും. അത് കഴിഞ്ഞിട്ട് അപ്പോഴേ ഈ പാത്രങ്ങളൊക്കെ ഒഴിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് 3 പേർക്കുമുള്ള ചോറ് ഇടുവാണ്. കുക്കുവിനും കുറച്ചധികം ചോറ് ഇട്ട് പോയി, പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല, തിന്നുന്നെങ്കിൽ തിന്നട്ടെ എന്ന് കരുതി. പിന്നെ എല്ലാവരും ചോറ് ബാക്കി വെച്ചാൽ അത് തിന്നാനായിട്ട് നമുക്കിവിടെ താരയും ശങ്കരൻകുട്ടിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഡോഗ്സ്, അവർക്ക് കൊടുക്കാമല്ലോ. എന്നിട്ട് ഇതേ പൊരിച്ച മീനൊക്കെ വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലമണ്ട എനിക്ക്, നടുഭാഗം കുക്കുവിന്, വാലാലന്, പിന്നെ ചാള വറുത്തത്. ഞാൻ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി, ഞാൻ മൊത്തം ഇതിലേക്ക് തട്ടി. പക്ഷേ കഴിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ മാറ്റി ഒരു ഡബ്ബയിലോട്ട് കൊണ്ട് വെച്ചായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വൈബിലേ ഞാൻ മൊത്തത്തിൽ അങ്ങ് തട്ടിപ്പോയി, അവിടെ അങ്ങ് ഫില്ലാവട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ വറുത്ത പപ്പടവും അതും കൂടെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിച്ചു. നമ്മുടെ ഇവിടെ കടലിൽ ഒരു വലിയൊരു ഷിപ്പ് വന്ന് കിടപ്പുണ്ട് കേട്ടോ. അത് ഷിപ്പാണോ കാർഗോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് അത് കാണാൻ പറ്റത്തില്ലല്ലോ അത്ര ഡീറ്റെയിൽ ആയിട്ട്, നമുക്കറിയാനും പറ്റത്തില്ല എന്ത് സാധനമാണ് കിടക്കുന്നതെന്ന്. ഞാനത് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇത്തിരി നേരം കിടന്നുറങ്ങണം എന്നുള്ളതൊരു റൂളാണ്. അതിന് മുമ്പായിട്ടുള്ള ഇരിപ്പാണ് ഈ ഇരിക്കുന്നത്. അതായത് നിലുവിൻ്റെ ചോറ് തീറ്റി കഴിഞ്ഞിട്ടില്ല, കയ്യിലൊരു കുപ്പിയും വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുക്കു സാറും കിടക്കാൻ വരത്തുള്ളൂ. ഈ സാധനം ഇറക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ടാഗ് ആ ലോറീൻ്റെ അവിടെ നിൽക്കുന്ന ആ പുള്ളി ഇതിലേക്കൂടെ, ഇതിൻ്റെ അടിയിൽ നല്ല സ്പേഷ്യസ് ആണ്, അതിൻ്റെ അകത്തൂടെ എടുത്ത് തിരിച്ചു കൊളുത്തു. എന്നിട്ട് ഇതിങ്ങനെ പൊക്കും. അപ്പോൾ ഞാനും നിലുവും എല്ലാം വായി നോക്കിക്കൊണ്ടിരിക്കുന്നു, ഈ ഒരു സംഭവം നടക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ പതുക്കെ എടുത്തിട്ടാണ് അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങ് അടുക്കി വെക്കുന്നത്. ആ ഒരു ടെട്രാപോഡിൽ ചാരി നിൽക്കുന്ന ആ ചേട്ടനില്ലേ, അത് കറക്റ്റ് ഇത് അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ആ പുള്ളി ഇതിൽ ചാടി അങ്ങ് കയറും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കുറച്ചുകൂടെ ആ ആൾക്ക് നിയന്ത്രിക്കാൻ പറ്റും, അന്നേരം കുറച്ചുകൂടെ അടുക്കി വെക്കാൻ പറ്റും. ചുമ്മാ കൊണ്ടിടുന്നതിനേക്കാളും അതിലോട്ട് കയറിയിട്ട് പുള്ളി ഒരു സൈഡിലോട്ട് കറക്റ്റായിട്ട് അത് വലിക്കും. അപ്പോൾ ആ രീതിയിൽ ഇവിടെ നിരത്തി പോവാം. അതായത് നമ്മുടെ ഇവിടെ തീരദേശ ബസ് പോകുന്ന റൂട്ടാണല്ലോ, അപ്പോൾ ഒരുപാട് നിരത്തി റോഡ് ചെറുതാക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാലും അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് അടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ എപ്പോഴാണ് ഈ താഴത്തോട്ട് പോകണമെന്ന് അറിയത്തില്ല. സെപ്റ്റംബറിൽ മാതാവിൻ്റെ പെരുന്നാളാണ്. ഈ ഗ്രൗണ്ടിലാണ് പന്തലിടലും ഡാൻസും മിമിക്സോ നാടകമോ ഒക്കെ വെക്കുന്നത്. അതിന് മുമ്പ് ഇതൊക്കെ പോകുമെന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പോൾ കപ്പലെന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഫോണിൽ സൂം ചെയ്യാൻ പറ്റുന്ന പരിധിയിൽ നിന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ ഒരു സൺഡേ വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.